ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഗ്രിഡ് ഡ്രോയിങ് എങ്ങനെ ചെയ്യുമെന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രിഡ് വരച്ചിട്ടുണ്ട്. നമ്മൾ 1.5 സെൻറ്റിമീറ്റർ എടുത്തിട്ടാണ് ഓരോ സ്ക്വയറും നമ്മൾ വരച്ചിട്ടുണ്ട്. 1.5, 3, 4.5 അങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ഒരു ഡോട്ട് ഇട്ട് നമ്മളിപ്പോൾ ലൈൻ ഇട്ടിട്ടുണ്ട്. ആ വരച്ച നമ്മൾ സ്ക്വയർ നമ്മൾ ഓരോ നമ്പറായിട്ട് അടയാളപ്പെടുന്നു. ഇതെന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളത്തിന് ഓരോ നമ്പർ ഇടുന്നത്. അതുപോലെ താഴോട്ടൊക്കെ ഇടുക. 1, 2, 3, 4, 5, 6, 7, 8, 9 എത്രയുണ്ട് അത്രയും നമ്മൾ നമ്പർ ഇടുക. അപ്പോൾ നമുക്ക് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വയർ നോക്കുക. ഈ ഡ്രോയിങ് ഗ്രിഡ് മാർക്ക് എന്ന ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ 6ാമത്തെ സ്ക്വയർ നമ്മൾ മുടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഫറൻസ് പിക്ചറിൽ കാണുന്ന പോലെ നമ്മളിവിടെ 6ാമത്തെ സ്ക്വയറിൽ നിന്ന് നമ്മൾ പതുക്കെ വരച്ചെടുക്കുകയാണ്. നമ്മൾ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹീറോയിൻ്റെ ഹെയർ നമ്മൾ പതുക്കെ വരച്ചെടുക്കുകയാണ്. ഓരോ സ്ക്വയർ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് പതുക്കെ വരക്കുന്നു. ഇപ്പോൾ വരക്കാൻ ഉപയോഗിക്കുന്ന പെൻസിൽ എന്ന് വെച്ചാൽ മെക്കാനിക്കൽ പെൻസിലാണ്. 2B ലീഡ് അടങ്ങുന്ന മെക്കാനിക്കൽ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെക്കാനിക് പെൻസിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ നേർത്ത ആയിട്ടുള്ള ലൈൻസ് നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്കിവിടെ എറേസർ വെച്ചിട്ട് നമുക്ക് മായ്ക്കാൻ പറ്റും. ഓക്കെ, നോക്കുക. നമ്മളിപ്പോൾ മുടി വരയ്ക്കുകയാണ്. മുടി ഏതൊക്കെ സ്ക്വയറിലൂടെയാണ് കടന്നു പോകുന്നത് അത്രത്തോളം നമുക്കിവിടെ പതിയെ വരച്ചെടുക്കാം. അപ്പോൾ എപ്പോഴും നമുക്ക് ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് വലുത് അത്രത്തോളം നമുക്കിവിടെ ഗ്രിഡിൻ്റെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വലുതാക്കിയിട്ടും വരക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെറുതാക്കിയിട്ടും വരക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രിഡ് ഡ്രോയിങ്ങിൻ്റെ മെയിൻ പ്രത്യേകത നമുക്ക് എങ്ങനെ വേണം, ഏത് സൈസ് വേണം നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഞാനിവിടെ മുടി വരച്ചുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലെ പോർഷൻസ് വളഞ്ഞ് പോകുന്ന മുടിയൊക്കെ നമ്മൾ പതുക്കെ ഇവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാൻ വരക്കുന്നു. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന പേപ്പർ എന്ന് വെച്ചാൽ ഐവറി ചാർട്ടാണ്. ഐവറി ചാർട്ട് 200 GS വരുന്ന ഐവറി ചാർട്ടാണ് വരക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഷെയ്ഡിങ്സൊക്കെ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്മൂത്തായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ വില കുറഞ്ഞൊരു പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന കുറച്ച് നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു പേപ്പർ തന്നെയാണ് ഐവറി ചാർട്ട്. ഓക്കെ, ഞാനിവിടെ ഹെയർ വരയ്ക്കുകയാണ്. ഓരോരോ സ്ക്വയർ നമ്മൾ നോക്കിയിട്ട് പതുക്കെ അധികം കട്ടി കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ഇട്ടാൽ മതി. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഈസി ആവുന്ന രീതിയിൽ ഞാനിവിടെ വരച്ച് കാണിക്കുകയാണ്. ജസ്റ്റ് ലൈറ്റ് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ലൈറ്റായിട്ട് ഞാനിവിടെ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, ഹെയറിൻ്റെ പോർഷൻസ് മാറാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ക്വയർ എപ്പോഴും നമ്മൾ ആ നമ്പറിങ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്പറിങ്ങിലൂടെ കടന്നു പോകുന്ന ഹെയർ നമ്മൾ നോക്കിയിട്ട് വേണം ഓരോരോ ഹെയറും നമ്മൾ വരച്ചെടുക്കേണ്ടത്. ആ പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ആ താഴോട്ടേക്ക് വരുന്ന മുടിയൊക്കെ ആ വളവും ആ ചെരിവൊക്കെ നോക്കിയിട്ട് വളരെ സാവധാനം ഓരോ സ്ക്വയർ നമ്മൾ നോക്കി വരക്കാം. ഈ ഗ്രിഡ് ഡ്രോയിങ്ങിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഗ്രിഡ് നമുക്ക് തെറ്റിക്കഴിഞ്ഞാൽ ആ പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ വേണം ഗ്രിഡ് ഡ്രോയിങ് ചെയ്യാൻ. അപ്പോൾ ഗ്രിഡ് ഡ്രോയിങ് അറിയാത്ത കുട്ടികൾക്കാണ് ഇത് നല്ലൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്, ഞാൻ ഉറപ്പായും പറയുകയാണ്. അപ്പം ഞാനിവിടെ നോക്കുക, മുടിയുടെ മുകൾ വശം അതുപോലെ തന്നെ ചെവിയുടെ ഒരു ഭാഗം വളരെ സാവധാനം ഓരോ സ്ക്വയറിലൂടെ കടന്നു പോകുന്നു നോക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് വളരെ പതുക്കെ വരയ്ക്കുകയാണ്. ശ്രദ്ധിച്ച്. ഓക്കെ, നമുക്ക് ചെവിയുടെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെവിയുടെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് വരക്കാം. ആ ചെറിയ മടക്കുകളും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ നമുക്കിവിടെ പതുക്കെ വരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ മെക്കാനിക്കൽ പെൻസിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതും ചെറിയ ഭാഗം നമുക്ക് ഈസി ആയിട്ട് നല്ല ഷാർപ്പായിട്ട് ലീഡായതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ ഉള്ളത്തെ മടക്കുകളൊക്കെ ഞാൻ പതിയെ വരയ്ക്കുകയാണ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെവിയുടെ പിന്നെ നമുക്ക് കാതിലേക്ക് കിടക്കാം. ചെവിയിൽ നിന്ന് തൂങ്ങി കിടക്കുന്ന ഒരു കാതലുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രിഡിലാണ് ആ കാതിൽ ഫുൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ വരക്കും, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫേസിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ഞാനിവിടെ കുട്ടിയുടെ ചൊട്ട ഞാൻ വരച്ചു. അതുപോലെ തന്നെ നമുക്ക് കൺപിരികം അതുപോലെ തന്നെ ആ കണ്ണിൻ്റെ ബേസിക് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം. ആ ലെഫ്റ്റ് സൈഡിലെ ഒരു ജസ്റ്റ് വൺ സൈഡ് ഇമേജ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻസ് നമ്മൾ വരക്കാം. കണ്ണിൻ്റെ ആ നെറ്റിയുടെ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ആ കൺപിരികം അത്രേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഫുള്ളായിട്ട് കാണില്ല. അത് വൺ സൈഡ് ചിത്രമായതുകൊണ്ട് തന്നെ അത്രേ നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ കണ്ണ് കുറച്ചുകൂടി നമുക്ക് നല്ലതായിട്ട് കാണുന്നതായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, പിരികം നമുക്ക് കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ആ ബേസിക് ഷേപ്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പിരികത്തിലോട്ട് തൊട്ടടുത്തുള്ള ആ ഒരു കൊഴിഞ്ഞ ഭാഗം, അതുപോലെ തന്നെ മൂക്കിൻ്റെ ആ പോർഷൻസ് നമുക്കിവിടെ പതുക്കെ വരക്കാം. ലെഫ്റ്റ് സൈഡിലെ കണ്ണ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, അത് പകുതി മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ വെച്ചാൽ കണ്ണ് മൂടിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ കണ്ണ് മൂടിയ ആ പോർഷൻസ് നമ്മൾ വരക്കാം. ബാക്കി ആ സൈഡ് വ്യൂ നമുക്ക് പതിയെ വരക്കാം. അതുപോലെ തന്നെ മൂക്കിൻ്റെ പോർഷൻസ് നമുക്ക് ആ ഷേപ്പൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ലൈറ്റായിട്ട് വരക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം വരക്കാൻ. എന്ന് വെച്ചാൽ കണ്ണും മൂക്കൊക്കെയാണ് നമ്മളെ മെയിൻ ക്യാരക്ടറെ നമുക്ക് ഔട്ട്ലൈൻസ് കറക്റ്റായാൽ മാത്രമേ നമുക്ക് ഷെയ്ഡിങ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫൈ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ വളരെ പെർഫെക്റ്റായി ശ്രമിക്കുക. തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് റബ്ബർ എറേസർ വെച്ചിട്ട് മെല്ലെ മായ്ക്കാം, ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ഞാൻ ഇവിടെ കണ്ണ് വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂക്കിൻ്റെ പോർഷൻസ് നോക്കുക. മൂക്കിൻ്റെ പോർഷൻസ് വളരെ സാവധാനം ജസ്റ്റ് ഞാൻ വരച്ചെടുക്കുകയാണ്. ഓക്കെ, മൂക്കിൻ്റെ ആ കുഴികളൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നു. ഓക്കെ, നമുക്ക് ഏകദേശം ആ മൂക്കിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത്രത്തോളം നിങ്ങൾ വരച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് താഴത്തേക്ക് കിടക്കാം. ഇനി നമുക്ക് മൂക്കിൻ്റെ താഴത്തേക്കുള്ള ചെറിയൊരു ഭാഗവും അതുപോലെ തന്നെ ചുണ്ടിൻ്റെ ഭാഗത്തേക്കും കിടക്കാം. ചുണ്ടിൻ്റെ ഭാഗം വളരെ സാവധാനം ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് ആ ബേസിക് ഷേപ്പ് എടുക്കുകയാണ്. ഓക്കെ, ആ ഷേപ്പ് എടുത്തതിന് ശേഷം നമ്മളുടെ ചുണ്ട് വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. ചുണ്ട് ഞാൻ ആ ഗ്രിഡ് ലൈൻ നോക്കിയിട്ട് എവിടേക്കാണ് ടച്ച് ചെയ്യുന്നത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വളരെ പതിയെ മുകളിലെ ചുണ്ടും അതുപോലെ തന്നെ താഴത്തെ ചുണ്ടും ഞാൻ വളരെ സാവധാനം വരയ്ക്കുകയാണ്. എപ്പോഴും ഓരോ ഗ്രിഡ് നമ്മൾ നോക്കി വേണം വരക്കാൻ, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. അതുപോലെ ചുണ്ടിൻ്റെ ഷേപ്പ് നോക്കുക, എങ്ങനെയാണോ പോകുന്നത്, എത്രത്തോളമാണോ പോകുന്നത് അത് നോക്കിയിട്ട് വേണം മാത്രം നമ്മൾ വരക്കാൻ ശ്രമിക്കുക. ഓക്കെ, മുകളിലെ ചുണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന ചെറിയ ഡീറ്റെയിൽസും കൊടുക്കാം. അതുപോലെ തന്നെ താഴത്തെ ചുണ്ടും നമുക്ക് ജസ്റ്റ് ഏതൊക്കെ ഗ്രിഡ് ലൈനാണ് പോകുന്നത് നോക്കിയിട്ട് ഞാൻ ഇവിടെ വരച്ചു. അതുപോലെ താടിയുടെ ഭാഗം അതും ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് താടിയുടെ ബേസിക് ഷേപ്പിലേക്ക് വരക്കാം. ആ മുഖത്തിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. ലാസ്റ്റ് ഫൈനൽ ലുക്കായിട്ട് കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഷേപ്പ് നമ്മൾ നോക്കിയിട്ട് പതിയെ വരച്ചെടുക്കുക. ഓക്കെ, ഷേപ്പ് ഞാനിവിടെ പതുക്കെ വരയ്ക്കുകയാണ്. ഓരോരോ ഗ്രിഡ് നോക്കിയിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെ പതിയെ ആ ചെവിയുടെ ഭാഗത്തേക്ക് എടുത്തു കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കായിട്ടുള്ള ഫേസ് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കാതിൽ വരക്കാം. ആ കാതിൽ നിന്ന് താഴോട്ടേക്ക് ആ ഗ്രിഡ് ടച്ച് ആകുന്നവരെയാണ് നമുക്ക് ഇവിടെ കാതിൽ റഫിംഗ് പിക്ചറിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഹെയർസൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് കിടക്കാം. അപ്പോൾ ഏത് ഗ്രിഡിലൂടെയാണോ ആ കഴുത്തിൻ്റെ ആ പോർഷൻസ് പോകുന്നത് നോക്കിയിട്ട്, അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഉള്ളിലത്തെ ആ ഒടിവുകളും ആ വളവുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഉള്ളിലത്തെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ബാക്കിയൊക്കെ നമ്മൾ ഷെയ്ഡിങ്സിലൂടെയാണ് ബാക്കി ഫുള്ളായിട്ട് നമുക്ക് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എവിടേക്കാണ് കുഴികളുള്ളത് അതൊക്കെ നോക്കിയിട്ട് കഴുത്തിൻ്റെ പോർഷൻസ് എങ്ങോട്ടാണോ വളഞ്ഞു നിൽക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരയ്ക്കുക. ആ കഴുത്തിൻ്റെ ആ എല്ല് ഭാഗമുണ്ട്, ആ ഒരു ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. കഴുത്തിൻ്റെ പോർഷൻസ് വരക്കുക. കുറച്ച് നീട്ടുള്ള കഴുത്താണ്ട് തന്നെ അത് കറക്റ്റ് നമ്മൾ വരയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്രയും ഭാഗം നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് താടിയുടെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. താടിയിൽ നിന്ന് ആ ഒരു ഷെയ്ഡിങ്സ് വരുന്ന ഏരിയ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴുത്തുനിന്ന് താഴോട്ടേക്കുള്ള ഭാഗം വളരെ സാവധാനം വരച്ചെടുക്കുക. ഓക്കെ, പതിയെ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഓരോ ഗ്രിഡ് നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു. പിന്നെ ആ ബ്ലൗസിൻ്റെ ഭാഗമുണ്ട്, അപ്പോൾ അതും നമ്മൾ പതുക്കെ ഒന്ന് വരക്കുക. നമ്മളിപ്പോൾ വരക്കുന്നത് മാലയാണ്. ആ മാലയുടെ ഭാഗം ഇങ്ങനെ കടന്നു പോകുന്നത് ഏതൊക്കെ ഭാഗത്തൂടെയാണോ മാല പോകുന്നത് അതും നമ്മൾ ശ്രദ്ധിച്ചു വേണം വരക്കാൻ. ഇല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ വരച്ച് കഴിഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടില്ല. നമുക്ക് ഷെയ്ഡിങ്സ് ചെയ്യുമ്പോൾ ആ ഒരു ലുക്ക് കിട്ടില്ല. അപ്പോൾ എങ്ങോട്ടാണോ ചെരിഞ്ഞ് പോകുന്നത്, എങ്ങോട്ടാണോ വളഞ്ഞു പോകുന്നത് നോക്കിയിട്ട് കറക്റ്റായിട്ട് പതിയെ മാലയും നമുക്ക് ഇവിടെ വരക്കാം. ഏത് ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എ ടു സെഡ് കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് വരച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് വെച്ചുള്ള ഒരു ഹൈ ലെവൽ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ബേസിക്കായിട്ടുള്ള ബോഡിയുടെ ഷേപ്പ് ഞാൻ വരയ്ക്കുകയാണ്. കഴുത്തിൻ്റെ ഷേപ്പ് വരച്ചു. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭാഗമുണ്ട്, അവിടെയും ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലൗസിലേക്ക് കിടക്കാം. ആ ബ്ലൗസിൽ നിന്ന് ഇവിടെ ഏതൊക്കെയാണ് സ്ക്വയറിലൂടെയാണ് കടന്നു പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പതുക്കെ വരയ്ക്കുകയാണ്. മെക്കാനിക്കൽ പെൻസിലാണ് ഉപയോഗിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി വലിയ പെൻസിൽ 2B ഒക്കെ നോർമൽ പെൻസിലാണെങ്കിൽ കുറച്ചുകൂടി കട്ടി കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഔട്ട്ലൈൻസ് കുറച്ചുകൂടി കട്ടി കൂടും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നമ്മളെ
എന്തൊക്കെയാണ് ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ വരക്കണമെങ്കിൽ നമുക്കത് ഇത് കുറച്ച് പാടായിരിക്കും. ആ ഒരു സ്ക്വയർ ഫുള്ളായിട്ട് നിറഞ്ഞു പോകും, അത് കുറച്ച് കട്ടി കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ ഔട്ട്ലൈൻ ഇടുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഒരു ബ്ലൗസിൻ്റെ ഭാഗം, അതുപോലെ തന്നെ കൈയുടെ ഭാഗം ഇവിടെ വരക്കാൻ ശ്രമിക്കുകയാണ്. പതിയെ പതിയെ ഞാനിവിടെ കൈയുടെ ആ ബ്ലൗസിൻ്റെ ആ കൈയുടെ ഭാഗം ഞാൻ ഇവിടെ വരച്ചെടുക്കുകയാണ്. പതിയെ 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 താഴോട്ടേക്ക് എടുത്തിട്ട്, അപ്പോൾ എത്ര സ്ക്വയറോടെയാണ് പോകുന്നത് നോക്കിയിട്ട് നമ്മൾ ആ സ്ക്വയർ കറക്റ്റായിട്ട് വരക്കുക. താഴ്ന്ന് റൈറ്റ് സൈഡിലേക്ക് ബ്ലൗസിൻ്റെ ആ കൈഭാഗം വരുന്നുണ്ട്, അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, അത് നമ്മൾ ഏകദേശം ചെറിങ്ങനെ വരച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൗസിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽസ് വരക്കുക. പെട്ടെന്ന് ഇങ്ങനെ വരച്ചെടുക്കുക. ഏതൊക്കെ ഭാഗമാണോ പോകുന്നത് വെച്ചാൽ ആ ഒരു ഭാഗമൊക്കെ ചുളികളും ഒടിവുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇടുക. ബാക്കിയൊക്കെ നമ്മൾ ഷെയ്ഡിങ്ങിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പോർഷൻസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വരക്കാം. ബാക്കി വരുന്ന ആ ഷെയ്ഡിങ്സ് ചെയ്യേണ്ട ഏരിയയൊക്കെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് വെക്കുക. എവിടേക്കാണോ ഡാർക്ക്നെസ് പോർഷൻസ് വരുന്നത്, എവിടേക്കാണോ ലൈറ്റ്നെസ് പോർഷൻ വരുന്നത്, ആ ജസ്റ്റ് ഒരു ഏരിയാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനോടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലൗസിൻ്റെ ഭാഗം ഏകദേശം ലെഫ്റ്റ് സൈഡിൽ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിലെ ഭാഗം കറക്റ്റായിട്ട് നമ്മളിവിടെ ഗ്രിഡ് ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡിലെ ആ പോർഷൻസ് നമ്മൾ വരക്കാം. ബാക്കിയുള്ള ചെറിയ ചെറിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻസോടെ കാണിക്കുകയാണ്. ബാക്കി നമ്മളിവിടെ ഷെയ്ഡിങ്സ് ചെയ്യുമ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും. ബാക്കി നമ്മളിവിടെ വരുന്ന ബ്ലൗസിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുക. പതിയെ ഏതൊക്കെ ഇതിലൂടെയാണ് പോകുന്നത്, അതുപോലെ തന്നെ നമ്മളിവിടെ വളരെ സാവധാനം വരച്ചെടുക്കാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഒരിക്കലും മടി തോന്നാൻ പാടില്ല വരക്കുമ്പോൾ. മടി തോന്നുന്നത് നിങ്ങൾ കുറച്ച് പോയിട്ട് മൈൻഡ് ഫ്രഷ് ആയിട്ട് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പതുക്കെ വന്നിട്ടിരിക്കുക. എന്നിട്ട് വീണ്ടും വരക്കാൻ ശ്രമിക്കുക. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യുക. അതിനുശേഷം മാത്രം നമുക്ക് എപ്പോഴാണ് ബോറടി തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് സ്റ്റോപ്പ് ആക്കുക. പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് ഇൻട്രസ്റ്റ് വരുന്നത് അപ്പോൾ മാത്രം നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ. എപ്പോഴും തന്നെ ഒറ്റയടിക്ക് തന്നെ ഒരു ചിത്രം തീർക്കണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബോറിങ് തോന്നും, പെട്ടെന്ന് ബോറിങ് അടിച്ച് പെട്ടെന്ന് അതിൻ്റെ ഫിനിഷിങ് കുറച്ച് കുറയും, നമ്മൾ പെട്ടെന്ന് തീർക്കാനുള്ളൊരു ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ പതിയെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിന്ന് ഫുള്ളായിട്ട് ഞാൻ ഔട്ട്ലൈൻസ് വരക്കുന്നതാണ് ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഔട്ട്ലൈൻ വരച്ച് ഞാൻ ഇന്ന് വിടും. പിന്നെ നമ്മൾ നാളെ ഇതിൻ്റെ ഷെയ്ഡിങ്സ് പതിയെ തുടങ്ങും. ചിലപ്പോൾ ഞാൻ തലേന്ന് തുടങ്ങും. തലേന്നാണ് മാക്സിമം തുടങ്ങുക. ഒരു ചിത്രം വരക്കുമ്പോൾ ഫേസ് അല്ലെങ്കിൽ തലേന്ന് സ്റ്റാർട്ട് ചെയ്യുക, മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ സാരിയുടെ ഭാഗം എല്ലാ ഭാഗവും നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാനിവിടെ ലൈറ്റായിട്ട് കൈയുടെ ഭാഗമൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സാരിയുടെ ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. അതുപോലത്തെ ഡീറ്റെയിൽസ് ആയിട്ട് മുടിയൊക്കെ താഴോട്ട് ഇറങ്ങി വരുന്ന മുടിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി വരച്ചിട്ട് റെഡിയാക്കുക. ഓക്കെ, താഴോട്ട് വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുകയാണ്. ഓക്കെ, പിന്നെ മൂക്കിലൊരു മൂക്കുത്തിയുണ്ട്, അതും നമ്മൾ ജസ്റ്റ് ഒന്ന് വരക്കുക. ഓക്കെ, അത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പം മാക്സിമം നമുക്ക് ഷെയ്ഡിങ്സ് ചെയ്യേണ്ട ഏരിയയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഗ്രിഡ് ഡ്രോയിങ്, അതുപോലെ തന്നെ ഷെയ്ഡിങ്സിൻ്റെ ഒക്കെ ട്യൂട്ടോറിയൽ നെക്സ്റ്റ് പാർട്ടിലുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സ് അറിയിക്കുക. ഗ്രിഡ് ഡ്രോയിങ് എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് അറിയിക്കുക. നിങ്ങൾക്ക് എവിടെയാണ് ഡൗട്ട് വരക്കുന്നതിൽ, അതുപോലെ തന്നെ ഗ്രിഡ് മെത്തേഡ് വരക്കാൻ ഡൗട്ടുണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ ഗ്രിഡ് ഉപയോഗിച്ച് എവിടേക്കാണ് തെറ്റുന്നത് അതും പറയാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്